ഹായ് എവ്രി വൺ, ഹാർട്ടി വെൽക്കം ടു അവർ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. ഇന്നത്തെ ദിവസം നമ്മൾ ഫ്രണ്ട്ഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ചില എക്സ്പ്രഷൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഇംഗ്ലീഷ് എക്സ്പ്രഷൻസ് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൽ കൂടുതൽ വളരാനും അതുപോലെ തന്നെ നിങ്ങളുടെ സംസാരത്തെ കൂടുതൽ എൻറിച്ച് ചെയ്യാനും ഉപകരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവരും റെഡി ആയിരിക്കും. വെരി ക്ലോസ് ഫ്രണ്ട്സ്, അതായത് ഏറ്റവും അടുത്ത കൂട്ടുകാർ എന്ന് കാണിക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇംഗ്ലീഷ് എക്സ്പ്രഷൻ ഉണ്ട്. എന്താണെന്നറിയാമോ? ആസ് തിക്ക് ആസ് തീവ്സ്. ആസ് തിക്ക് ആസ് തീവ്സ്. ഓക്കെ, കള്ളന്മാരുടെ പോലെ ഇങ്ങനെ കൂടി നടക്കുന്നു എന്ന് പറയില്ലേ. ഈ കള്ളന്മാര് കുറെ കാര്യങ്ങളിൽ അവർ ഒന്നിച്ചു നിൽക്കും അല്ലെ. അവരെല്ലാത്തിനും എല്ലാം ഷെയർ ചെയ്യാനും അവര് എല്ലാത്തിനും വർക്ക് ചെയ്യാനും അല്ലെ, ഒരുമിച്ച് കൂടി വർക്ക് ചെയ്യാനും എല്ലാത്തിനും ഒരുമിച്ച് നിൽക്കുക. അതുപോലെ അത്രയും ക്ലോസ് ആയിട്ട് നിൽക്കുക എന്നുള്ളൊരു മീനിങ് ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. അപ്പൊ നമുക്ക് സെന്റൻസുകൾ നോക്കാം. Two men became thick as thieves and they started committing crimes. Okay, two men became thick as thieves and they started committing crimes. അതെന്താണ് അതിലൂടെ അർത്ഥമാക്കുന്നത്? രണ്ടു പേര് നല്ല ക്ലോസ് ആയിട്ട് കൂട്ടുകാരായിട്ട് മാറി. അവരെന്തിനാണ് കൂട്ടുകാരായത്? കുറ്റകൃത്യങ്ങള്, ക്രൈംസ് ചെയ്യുന്നതിന് വേണ്ടിയിരുന്നത്. സ്റ്റാൻഡ് ദ ടെസ്റ്റ് ഓഫ് ടൈം, അതായത് കാലം പരീക്ഷിച്ച് ഇത് പൊന്നാണ് ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന രീതിയിൽ മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പ്. അതാണ് സ്റ്റാൻഡ് ദ ടെസ്റ്റ് ഓഫ് ടൈം എന്ന എക്സ്പ്രഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. നമുക്ക് അതിന്റെ സെന്റൻസുകൾ പരിശോധിക്കാം. ഫ്രണ്ട്സ് ക്യാൻ സ്റ്റാൻഡ് ദ ടെസ്റ്റ് ഓഫ് ടൈം. ഗ്രേറ്റ് ഫ്രണ്ട്സ് ക്യാൻ സ്റ്റാൻഡ് ദ ടെസ്റ്റ് ഓഫ് ടൈം. അതായത് ഈ നല്ല മഹത്തായ ഫ്രണ്ട്സ്, അതായത് നല്ല ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ഇതുപോലെ തീയിൽ ശുദ്ധീകരിച്ച സ്വർണം പോലെ ഉള്ള, അതായത് എല്ലാ ടെസ്റ്റുകളും പാസ്സായി വരുന്നവരാണ്. അതായത് നല്ല ഫ്രണ്ട്സ് ആണ് എന്നാണ് ഇതിന്റെ അർത്ഥം. അതായത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള, നല്ല പ്യൂർ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആണ് ഇതെന്നാണ് സ്റ്റാൻഡ് ദ ടെസ്റ്റ് ഓഫ് ടൈം എന്നതിലൂടെ മനസ്സിലാവുന്നത്. അവർ ഫ്രണ്ട്ഷിപ്പ് ഹാസ് സ്റ്റൂഡ് ദ ടെസ്റ്റ് ഓഫ് ടൈം മെനി ടൈംസ്. അതായത് ഒത്തിരി തവണ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഇതുപോലെ പല ഘട്ടങ്ങളും കടന്ന് ഇന്നത്തെ അവസ്ഥയിൽ ഇത്രയ്ക്ക് സ്ട്രോങ് ആയിട്ട് മാറിയിട്ടുള്ളതാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഈ ഫ്രണ്ട്ഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി ഇഡിയംസ് പഠിച്ചു. ഇനി നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ ഇതിനെല്ലാം അപ്ലൈ ചെയ്യാം. അപ്പൊ നിങ്ങൾ എല്ലാവരും നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുക. വീണ്ടും അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.